ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷദ്വീപ് ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ ഒരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ലഞ്ചിനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ മുളകിലിട്ടതിൻ്റെ റെസിപ്പി നോക്കാം. ഇനി നമുക്ക് വേണ്ടത് മീൻ മുളകിലിട്ടതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ജാറിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഇതിലിട്ട് വറുത്തെടുക്കണം. നല്ലപോലെ വഴറ്റി കൊടുക്കണേ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമ്മൾ വീണ്ടും ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയമാകുമ്പോൾ നമ്മൾ കഴുകി വെച്ചില്ലേ മീനിൻ്റെ കഷ്ണങ്ങൾ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇത് ദീപിലത്തെ സുർക്കയാണ്, വിനേഗർ. അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നല്ലപോലെ വെന്ത് വരണം. അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു മീൻ മുളകിലിട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ മീൻ മുളകിലിട്ടില്ലേ, അതിലത്തെ മീൻ തന്നെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ അങ്ങനെയാണിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ മുളകിലിട്ടതിൽ നിന്ന് മീനെടുത്തിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ്. ഇത് കറിയല്ല, ഇത് ദ്വീപിലത്തെ ഒരു സ്പെഷ്യലാണ്. തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. തേങ്ങാപ്പാൽ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിനി തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതാ ഇവിടെ ജാറിൽ തേങ്ങ ചിരകിയതെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അത് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ തേങ്ങേൻ്റെ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.